നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ ഈ ആലോചിക്കുന്നേ? എല്ലാം കൈവിട്ടു പോവാന്നൊരു സംശയം. എന്തുപറ്റി? എന്റെ ഊഹം ശരിയായിരുന്നു. ശരവണും മനോഹരും തമ്മിൽ കണ്ടിട്ടുണ്ട്. അതാ അയാൾക്കിത്ര മാറ്റം. നിന്നെക്കുറിച്ച് ശരവണൻ എന്തു പറയുന്ന നീ പേടിക്കുന്നേ? അത് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. സത്യം പറ, ഞാൻ മനസ്സിലാക്കിയ ആളൊന്നും അല്ലേ നീ? നിനക്ക് വേറൊരു മുഖമുണ്ടോ? അമ്മേ, ഇച്ചിരി മനസമാനം കിട്ടാൻ വേണ്ടിയാ അമ്മയെ വിളിച്ചരുത്. ഒരുമാതിരി കൊനഷ്ട ചോദ്യം ചോദിച്ച് എന്റെ മൂഡ് കളയല്ലേ. ഞാനാണോ കുഴപ്പക്കാരി? ശരവണനെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിന്നെക്കുറിച്ചുള്ള എന്ത് കഥകളാ അവനെ അറിയാവുന്നത്? അതൊന്നും അമ്മ അറിയണ്ട. ശരവണനും നിത്യയുടെ അച്ഛനും തമ്മിൽ കണ്ടത് സത്യമാണെങ്കിൽ അയാളുടെ സമ്മതത്തോടെ ഇനി ആ കല്യാണം നടക്കുമെന്ന് വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. നടക്കാൻ നിത്യയുടെ അച്ഛൻ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? വേറെ വഴി ആലോചിക്കണം. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. നീ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യുമ്പോഴും അത് എന്നോടുകൂടി ആലോചിച്ചിട്ട് ചെയ്താ മതി. ഇതുവരെ ഞാൻ ചെയ്തത് അമ്മയോട് ആലോചിച്ചിട്ടാണോ? അതിന്റെ കുഴപ്പങ്ങളാ ഇപ്പൊ അനുഭവിക്കുന്നത്. അമ്മേ, ഈ ജീവിതം എന്ന് പറയുന്നത് എന്താ? ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു കളിയാ. ആരും കഴിവ് കുറഞ്ഞവരൊന്നും അല്ലല്ലോ. ഭാഗ്യം കൂടുമ്പോ ആളുകൾ ചെയ്യുന്നതൊക്കെ വിജയിക്കും. ഭാഗ്യം കുറഞ്ഞ അതൊക്കെ പരാജയം. എന്റെ ഭാഗ്യത്തിന് ഒരു ക്ഷീണം സംഭവിച്ചോ എന്നൊരു സംശയം. അതാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. സാരമില്ല, ഞാനത് പരിഹരിച്ചോളാം. അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് ഞാനായിട്ട് തന്നെ തീർക്കണമല്ലോ. നീ എന്ത് ചെയ്യാനാ പോകുന്നത്? മനോഹരൻ നിലയ്ക്ക് നിർത്തണമേ. അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പെട്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയത് മുഴുവനും അയാള് തകർത്ത് കളയും. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ കളി ജയിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ കളിക്കുന്നത്. അതിനുള്ള തടസ്സം മനോഹരന്. ആ മനോഹരൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ ഇന്ന് ചന്ദ്രയുടെ അടുത്ത് ഭക്ഷണ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കിയോ? ഓ, അപ്പോഴേക്കും അതിങ്ങ് എത്തിയോ? വേണമെങ്കിൽ സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. അനുസരിക്കാത്തത് അവളല്ലേ? ഇത്ര ക്രൂരത വേണോ മോളെ അവളോട്? അച്ഛൻ ഇത് ഏത് ലോകത്തെ ജീവിക്കുന്നേ? അപ്പൊ അവള് ചെയ്യുന്നൊന്നും അച്ഛൻ കാണുന്നില്ലേ? മാല മോഷ്ടിച്ചതേ ഞാനല്ല, അവളാ. അതവളുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതല്ലേ? നാളെ ഈ വീട്ടിലുള്ളവർക്ക് മുഴുവൻ വല്ല വിഷവും കലക്കി തന്നെ അവൾ അങ്ങ് കൊല്ലും. അപ്പോഴും അച്ഛൻ ഈ ഡയലോഗ് തന്നെ പറയണം. ആ, അതെങ്ങനെയാ പറയാൻ അച്ഛനും കേക്കാൻ ഞാനും ഒന്നും അപ്പൊ ജീവനോട് ഉണ്ടാവത്തില്ലല്ലോ. അവൾ എല്ലാ അർത്ഥത്തിലും ശരിയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൽ താമസിക്കുമ്പോ കുറച്ചുകൂടി മാന്യത കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കതിന് കഴിയില്ല. ഇപ്പൊ അവളെ കാണുമ്പോഴേ എന്റെ പെരുവിരൽ മുതൽ അങ്ങോട്ട് പെരുത്തു കയറില്ല. അവള് ദയ അർഹിക്കുന്നില്ല അച്ഛാ. എന്നിൽ നിന്ന് അത് ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. അവളെ സിദ്ധു ഉപേക്ഷിക്കാൻ നിൽക്കുകയാണെന്ന് അറിയാലോ അച്ഛന്. മര്യാദയ്ക്ക് ഡിവോഴ്സ് വാങ്ങി പോകാൻ പറ. ഇനി സംസാരിക്കാൻ വരുമ്പോ അച്ഛൻ അതാ അവളോട് പറയേണ്ടത്. ഒരു യോജിപ്പ് അതൊരിക്കലും ഉണ്ടാവില്ലെന്നാണോ നീ പറയുന്നത്? ഉണ്ടാവില്ല. ഉണ്ടായാലേ സിദ്ധുവിനെ അധിക നാള് ജീവനോട് കാണാൻ നമുക്ക് പറ്റത്തില്ലെന്നേ. സ്വന്തം കാര്യം കാണാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ അവള്. അവളെ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എന്നാ പിന്നെ കേസ് ഫെയിൽ ചെയ്യാൻ പറ സിദ്ധുവിനോട്. തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ പറ്റുമോന്നാ സിദ്ധു നോക്കുന്നത്. അങ്ങനാണെങ്കിലേ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. അതിന് അവള് തയ്യാറായില്ലെങ്കിലേ അച്ഛൻ പറഞ്ഞത് തന്നെ ചെയ്യും. കേസ് കൊടുക്കും. എന്തായാലും
ഇനി അധികം നാൾ അവളെ ഇവിടെ വെച്ച് വാഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറത്തിയിരിക്കും ഇവിടുന്ന്. അത് സിദ്ധുവിന്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്, ഈ വീടിന്റെ ആവശ്യം. അച്ഛൻ മരുന്ന് കഴിക്കേ. എന്തായി? ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആണ്, ഇനി വീട്ടിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നേണ്ടത്. എനിക്കെന്താ വിഷമം തോന്നുന്നേ. ഇനിയും ശ്രുതിമോളെ കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ അത് പറ്റുമായിരുന്നു. എല്ലാം നടക്കും. വിശാൽ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ഡിസ്ചാർജ് ചെയ്താലും സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. എല്ലാ വിവരങ്ങളും വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. വക്കീല് നോക്കിക്കോളും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. എന്തിനാ വക്കീല്? ഞാനില്ലേ? അമ്മ എൻ്റെ കൂടെ ഒന്നും വരണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. അതെന്താ ഞാൻ വന്നാല്? വരണ്ട. കാര്യം പറഞ്ഞൂടെ? എനിക്കിഷ്ടമല്ല. നീ ഇങ്ങനെ തന്നെ പറയണം എന്നോട്. ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നോണ്ടാ നിനക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നെ. എന്റെ കൂടെ നിന്ന് നോക്ക്, ഒറ്റ ആഴ്ച കൊണ്ട് നീ പഴയ വിശാലാവും. എനിക്ക് പഴയ വിശാലാവണ്ടോ അമ്മ? പുതിയ വിശാലായ മതി. പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കാം ഞാൻ. അപ്പച്ചി വിഷമിക്കണ്ട, വിശാലിനെ പൊന്നുപോലെ വക്കീല് നോക്കിക്കോളും. ഏട്ട സമ്മതിച്ചിരുന്നെങ്കിൽ വീട്ടിലേക്ക് പോവായിരുന്നു. സമ്മതിക്കില്ലല്ലോ. അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുന്ന നല്ലത്. വെറുതെ എന്തിനാ സാറിന്റെ വായിലിരിക്കുന്ന കേൾക്കുന്നത്? എനിക്കൊരു സ്വസ്ഥതയില്ല. അസുഖം മാറിയെന്ന് നിങ്ങൾ പറയുന്നു, എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്താ സത്യമെന്ന് ദൈവത്തിനറിയാം. എന്നെ ഒഴിവാക്കുന്നതിലാ സങ്കടം. നിരഞ്ജനൊന്ന് ഉപദേശിക്കണം ഇവനെ. എത്ര കാലം ഇങ്ങനെ ഒറ്റന്തടിയായിട്ട് കഴിയും? ഒരു പെണ്ണ് കെട്ടാൻ പറ നിരഞ്ജ അവനോട്. ഇവനൊരു കുടുംബമായിട്ട് കഴിയുന്നത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. എന്റെ മമ്മ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നമുക്കത് വഴി ആലോചിക്കാം, അല്ല ഡോക്ടറെ? മമ്മ, ഈ ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഉഗ്രൻ കക്ഷിയാ. നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് എല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തി വെക്കും. പക്ഷേ നമ്മളത് തൊടില്ല. പിന്നീട് വേണമെന്ന് തോന്നുന്ന ഒരു സമയം വരും. അപ്പോ ഒന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. എന്നാ ഞാൻ ബാഗ് പാക്ക് ചെയ്യട്ടെ.